സൂര്യ കാർത്തിക് സുബ്രാജിന്റെ പുതിയ സിനിമയായിട്ടുള്ള റെട്രോ എന്നുള്ള സിനിമ കാണാനായിട്ട് ആലുവ മാധുര്യ തിയേറ്ററിൽ മാധുര്യയിൽ വന്നിരിക്കുകയാണ്. ഞാനും എൻ്റെ കൂട്ടുകാരനെ ആഷ്ബലും കേട്ടോ. സിനിമ ഹൗസ്ഫുൾ ആയിരുന്നു, പക്ഷെ എനിക്ക് കുറേ പറയാനുണ്ട്. അതെന്തായാലും വീട്ടിൽ ചെന്നിട്ട് പറയാം. എന്തായാലും തുടർന്ന് കാണാം. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം എന്താണെന്നറിയാമോ? പുതിയ ഒരു തരം അപരാധം കണ്ട ഒരു എഫക്റ്റായിരുന്നു എനിക്ക്. അതിന് ഞാനൊരു പേര് വിട്ടിട്ടുണ്ട്, റബ്ബർ കൾട്ട് അപരാധം. സഹിക്കാൻ പറ്റിയില്ല എനിക്ക് ഈ സിനിമ. കഴിഞ്ഞ കൊല്ലം ഞങ്ങളുടെ ഏറ്റവും മോശം എന്ന് എനിക്ക് തോന്നിയ അത്ര അസഹനീയമായ എക്സ്പീരിയൻസ് തന്ന കുറച്ച് സിനിമകളിൽ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഒരു ഇഷ്ട നടൻ സൂര്യയുടെ സിനിമ വന്നു പോയിട്ടുണ്ടായിരുന്നു, കങ്കുവ. ഇക്കൊല്ലം സൂര്യ എനിക്ക് വീണ്ടും ഒരു സിനിമ സമ്മാനിച്ചിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇത്തവണ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട തമിഴ് ഡയറക്ടേഴ്സിൽ ഒരാളായ കാർത്തിക് സുബ്രാജിനോട് ഒത്തുകൂടിയാണ് ഇതെനിക്ക് ഇത്തവണ ഗിഫ്റ്റ് ചെയ്തതെന്നുള്ളത് അസഹനീയമായ കാര്യമായിട്ട് എനിക്ക് തോന്നി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ സിനിമ ഡയറക്റ്റ് ചെയ്തത് കാർത്തിക് സുബ്രാജാണെന്ന്. കാർത്തിക് സുബ്രാജ് എന്നുള്ള ഡയറക്ടർ ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഇതിൻ്റെ സെറ്റിലെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഡൗട്ടുണ്ട്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ആദ്യം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യം ഞാൻ പറഞ്ഞിട്ട് ബാക്കി എനിക്കൊരു കുന്ന് പറയാനുണ്ട്. ഫസ്റ്റ് കാര്യം, പൂജ ഹെഗ്ഡെ ഇതിനകത്ത് നല്ലപോലെ ഡാൻസ് കളിച്ചിട്ടുണ്ട്, നല്ല എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പൂജ ഹെഗ്ഡെ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഒരു വല്ലാത്ത തരം ക്യാരക്ടറാണ്. പല അവസരങ്ങളും എനിക്ക് വെറുപ്പീരായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ക്യാരക്ടർ അഭിനയമല്ല ഞാൻ പറഞ്ഞാൽ, ക്യാരക്ടർ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പിന്നെ ഈ സിനിമയുടെ DOP, ഡയറക്ഷൻ ഓഫ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ക്യാമറമാനായിട്ടുള്ള ആൾ നല്ല വൃത്തിക്ക് പണിയെടുത്ത് വെച്ചിട്ടുണ്ട്. ടെക്നിക്കലി ഈ മൂവി അത്യാവശ്യം നല്ലത് തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. പിന്നെ മ്യൂസിക് സന്തോഷ് നാരായണൻ. ആ ഒറ്റ കാര്യം കൊണ്ടാണ് എനിക്ക് ഈ സിനിമ മുഴുവിപ്പിക്കാൻ പോലും പറ്റിയത്, അതിന് പ്രചോദനമായത് അല്ലെങ്കിൽ സഹിച്ചിരിക്കാൻ പറ്റിയതെന്ന് തോന്നിയ ഒരു മെയിൻ ഘടകം ഇതിലെ മ്യൂസിക്കാണ്. പുള്ളി അടിച്ച് കസറി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോഴും ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഒരു പാട്ടുണ്ട് ഇതിനകത്ത്, ശ്രേയാ സരൻ ഐറ്റം സോങ്. അത് ഏത് വകയിലാണ് ഒരു ഐറ്റം സോങ് ആയെന്ന് എനിക്ക് മനസ്സിലായില്ല. പാട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ശ്രേയ ഇവിടെ വന്നിട്ട് ശ്രേയക്ക് വയ്യ, ആരുടെ നിർബന്ധിച്ച് കൊണ്ടുവന്ന് ശ്രേയനോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോൾ ശ്രേയ എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ, പറ്റുമെങ്കിൽ എടുക്ക്. നമ്മുടെ പ്രേമത്തിനകത്ത് അൽഫോൺസ് പുത്രൻ്റെ ക്യാരക്ടർ ഉണ്ടല്ലേ, ഇങ്ങനെ കൂള് അവരാണെങ്കിൽ എടുത്തോ. ആ രീതിയിലുള്ള ഒരു ഐറ്റം സോങ്ങുകൾക്ക് തന്നെ അപമാനമായിട്ട് തോന്നിയ ഒരു ഐറ്റം സോങ് അതായിരുന്നു ഇതിനകത്ത് ശ്രേയ സരൻ്റെ ഐറ്റം സോങ്, അല്ലെങ്കിൽ സോ കോൾഡ് ഐറ്റം സോങ് ഇൻ മൈ ഒപ്പീനിയൻ. പിന്നെ ഒരു കുന്ന് പറയാനുണ്ട്. പിന്നെ ഒരു പോസിറ്റീവ്, ജോജു ചേട്ടനകത്ത് റോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യമില്ല, ഈ സിനിമയ്ക്ക് വേണ്ടി ആയിപ്പോയി എന്നുള്ളതാണ്. അയ്യോ. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ ഈ സിനിമ കണ്ടത് മാധുര്യയിൽ മാധുര്യ തിയേറ്ററിൽ പുതിയതായിട്ട് റിനോവേറ്റ് ചെയ്ത് പുതിയ അടിപൊളി സീറ്റ്സൊക്കെ ഇട്ടിട്ട് 2K ലേസർ പ്രൊജക്ഷനും കിടിലൻ ഡോൾബി അറ്റ്മോസ് സെറ്റപ്പ് ചെയ്തേക്കണ ഒരു തിയേറ്റർ. അതും ഇവിടുത്തെ പ്രൊജക്ഷൻ 2K ലേസറാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ 4K ലേസറാണെന്ന് വിചാരിച്ചു. ആ ലെവലിൽ നല്ല ക്ലാരിറ്റിയും നല്ല കളേഴ്സും ഷാർപ്നെസ്സൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു തിയേറ്റർ. അതും സൗണ്ട് സെറ്റിങ്സ് ഇവർ വേറെ ലെവൽ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് നമ്മൾ അമ്മാതിരി കിട്ടില്ല, ഭൂമി ഒലുങ്ങണ എക്സ്പീരിയൻസ് എനിക്ക് ഗുഡ് ബാഡ് അഗ്ലിക്ക് കിട്ടിയത്. ഇതിനകത്ത് സന്തോഷ് നാരായണൻ പൊലിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൗണ്ട് എക്സ്പീരിയൻസ് കിടിലായിട്ടുള്ളൊരു തിയേറ്റർ. ക്രൗഡ് ഉണ്ടല്ല ഫുള്ള്, അതായത് ഫുൾ പാക്ഡ് തിയേറ്ററിലാണ് ഞാൻ ഈ സിനിമ കാണുന്നത് കേട്ടോ. പക്ഷേ ഇത് ഫുൾ പാക്ഡ് തിയേറ്ററാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണെന്ന് പറയാം, സിനിമ കഴിഞ്ഞാൽ എല്ലാവരും എഴുന്നേറ്റപ്പം. അതുവരെ ഒരുമാതിരി ഏതോ മരണം കൂടാൻ വന്നേക്കുന്ന അങ്ങനത്തെ ഒരവസ്ഥ. അതായത് ഭയങ്കര ഫയറായിട്ടുള്ള ഒരു ക്രൗഡുണ്ടോ. മാധുര്യ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം അവിടുത്തെ ക്രൗഡ് എങ്ങനെയാണെന്നുള്ളത്. അവിടുത്തെ ക്രൗഡ് കനലാണെങ്കിൽ ആ കനലിൽ കൊണ്ടുപോയിട്ട് തണുത്ത വെള്ളം കോരി ഒഴിച്ച ഒരവസ്ഥ പോലെയായിരുന്നു ഈ സിനിമ ഞാൻ കണ്ടപ്പോൾ എനിക്കുണ്ടായ അനുഭവം. അതായത് ആർപ്പ് വിളിച്ച് വേറെ ലെവലിൽ എൻജോയ് ചെയ്യാൻ വന്ന ഓഡിയൻസിനെ ഇരുത്തിക്കളഞ്ഞ് ഉറക്കിക്കളഞ്ഞ് അല്ലെങ്കിൽ ക്ഷീണിപ്പിച്ച് കളഞ്ഞു എന്നുള്ള ഒരവസ്ഥ. അതുകൊണ്ട് ഞാൻ പറയണത്, എനിക്കിതൊരു പ്രോ ലെവൽ അൾട്രാ അപരാധമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിൽ പല ആൾക്കാരുടെ ആക്ടിങ്, സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ജയറാമേട്ടൻ. എന്തൊരു ക്യാരക്ടറാണ് ഇത്, എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തമിഴ് സിനിമയിലും തെലുങ്ക് സിനിമയിലും പോയി ഇതുപോലെയുള്ള കഞ്ഞിക്കൂതറ ഊത്ത ക്യാരക്ടേഴ്സ് എങ്ങനെ അഭിനയിക്കാൻ തോന്നുന്നു എൻ്റെ ജയറാമേട്ടൻ. നിങ്ങൾ എന്തോരം നല്ല സിനിമ അഭിനയിച്ച ഒരു നടനാണ്, എന്തോരം നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളൊരു നടനാണ്. എന്താണ് കാണിക്കണത്?
സങ്കടം തോന്നിപ്പോൾ. എനിക്ക് വിഷമമാണ് വന്നത് ഈ ജയറാമേട്ടനെ എങ്ങനെ കണ്ടിട്ട്. അത്രയും വെറുപ്പിക്കലൊരു ക്യാരക്ടർ, അതും ഇതിനകത്തൊരു ജോക്കറായിട്ടാണ്. അതായത് ഒരു ഡോക്ടർ, ഒരു ലാഫിങ് തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഒരു ലാഫിങ് ഡോക്ടർ ടൈപ്പ് ആളായിട്ടാണ്, അതും ആൾക്കാരെ ചിരിപ്പിക്കുന്ന ജോക്കറായിട്ട് ഒക്കെ വേഷം കെട്ടിയാണ് പറഞ്ഞത്. ഈ ക്യാരക്ടറെ ഒരു ജോക്കർ, അതായത് വെറുപ്പിക്കൽ ലെവലിൽ ജോക്കറായിരുന്നു. അസഹനീയം. സൂര്യയൊക്കെ എനിക്ക് ഓർത്തിട്ട് സങ്കടം വന്നിരുന്നു. കാരണം സൂര്യ ഞാൻ എന്താ പറയേണ്ടത്, റോങ് സ്ക്രിപ്റ്റ് സെലക്ഷൻ ബ്രോ. നിങ്ങൾ മോശമായിട്ട് അഭിനയിച്ചൊന്നും എനിക്ക് പറയാൻ തോന്നില്ല, കാരണം മോശമായിട്ട് അഭിനയിച്ചതായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ എന്തോന്ന് സിനിമയാണ് എടുത്തു വെച്ചിരിക്കുന്നത്, എന്തോന്ന് സിനിമയൊക്കെയാണ് നിങ്ങൾ കമ്മിറ്റ് ചെയ്യണത്. ഇത് കാർത്തിക് സുബ്രാജ് ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എടുത്താന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഐ സീരിയസ്ലി ഡൗട്ടഡ്, ഇതാണോ കാർത്തിക് സുബ്രാജിൻ്റെ പടം? ഞാൻ ഒരു ആർഡൻ ഫാനാണ് ഫ്രം പിസ്സ, ഫ്രം ഹിസ് ഷോർട്ട് ഫിലിംസ് ഡേയ്സ്. എന്നിട്ട് ഞാൻ പറയണത് എന്തോന്നടി, ഇത് കാർത്തിക് സുബ്രാജിൻ്റെ പടമാണെന്നുള്ള എനിക്ക് വിശ്വസിക്കാൻ പറ്റണല്ലോ. ഒരു രീതിയിൽ എനിക്ക് എൻ്റെ മനസ്സിനെ വിശ്വസിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. എഴുതി കാണിച്ചുകൊണ്ട് വിശ്വസിച്ചു, അല്ലാതെ എനിക്ക് ഒരു രീതിയിലും ഇതിൻ്റെ സംവിധായകൻ ആരാന്നറിയാതെ ചെന്നിരുന്നിട്ട് ഇത് കാർത്തിക് സുബ്രാജ് എന്ന് പറഞ്ഞാൽ ഞാൻ തല ഇറങ്ങി വരും ചിലപ്പോൾ. അങ്ങനത്തെ ഒരു അവസ്ഥ. ഇതൊക്കെ കൂടാണ്ട് ഈ സിനിമയിലെ ഏറ്റവും വലിയ ആസ്ഥാന വെറുപ്പിക്കലായിട്ട് എനിക്ക് തോന്നിയത് ഇതിനകത്തൊരു വില്ലൻ ക്യാരക്ടറുണ്ട്. പക്ഷെ എൻ്റെ പൊന്നോ, ഒരു ടാറ്റോ ഒക്കെ അടിച്ച്, അതും ടാറ്റോ ഒന്ന് കാണണം കേട്ടോ, മേക്കപ്പ്, എൻ്റെ പൊന്നോ ദുരന്ത മേക്കപ്പ്. ജോയിച്ചേട്ടൻ്റെ ഉൾപ്പെടെ മേക്കപ്പൊക്കെ എനിക്ക് വൻ ദുരന്തമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പല അവസരങ്ങളും ലുക്ക് ഭംഗിയുണ്ടെങ്കിലും സൂര്യയുടെ വിഗൊക്കെ ഭയങ്കര ശോകമായിരുന്നു. അതൊക്കെ ഭയങ്കരമായിട്ട് എവിഡൻ്റ് ആയിട്ട് എടുത്ത് കാണുമായിരുന്നു. സൂര്യയുടെ ഇൻട്രോ ഒക്കെ നല്ലതാണ്, പക്ഷേ ഷിൻ്റെ പൊന്നെ മേക്കപ്പൊക്കെ ആകെ ഇറ്റ്സ് ഓൾ ഓവർ ദ പ്ലേസ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥ. അതും ഈ വില്ലൻ്റെ മേത്ത് ടാറ്റു ഉണ്ട്. ഈ ടാറ്റു കൊണ്ട് എന്താ തോന്നണേന്ന് അറിയാമോ? അതായത് ഈ മറ്റേ ബിഗ് ബബുലും മറ്റേ സാധനം ഉണ്ടല്ലോ, നമ്മുടെ ബൂമറിൻ്റെ കൂടെ പണ്ട് ടാറ്റു ഇട്ടുമായിരുന്നു, അതിന് പോലും ഇതിന് നല്ല വൃത്തിക്ക് ഒരു ലുക്ക് ഉണ്ടാവും. ഇത് കണ്ടു കഴിഞ്ഞാൽ മറ്റേ പഴയ ജെൽപ്പനില്ലേ, റെനോൾസിൻ്റെയൊക്കെ ജെൽപ്പൻ അല്ലെങ്കിൽ മറ്റേ എന്താണ് പിൻ പോയിൻറ്റ് ജെൽപ്പൻ വെച്ച് വരച്ചാൽ എങ്ങനെയുണ്ട് അതുപോലെ ഇരിക്കുന്ന സാധനങ്ങൾ. വൻശോകം. ഇതൊക്കെ കൂടാണ്ട് ഈ വില്ലൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ ലുക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞിട്ടെ. അതായത് നമ്മുടെ ഫോട്ടോഗ്രാഫർ ഷാനി ഷാക്കിയില്ലേ, ഷാനി ഷാക്കിയുടെ ഒരു 144p വെർഷൻ, അല്ലെങ്കിൽ ഷാനി ഷാക്കി നമ്മുടെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്, എനിക്ക് അവരെയൊക്കെയാണ് ഓർമ്മ വന്നത്. ഇവരെല്ലാവരും കൂടി ചേർത്തിട്ട് മറ്റേ പവർ പപ്പ് ഗേൾസിലെ പോലെ ഇങ്ങനെ ഒരു മിക്സിയുടെ അകത്തേക്ക് കുറേ ആൾക്കാരെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു 144p വെർഷൻ ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും, അതുപോലെ ഒരു അപരാധം പിടിച്ച ഒരു ക്യാരക്ടറും അവൻ്റെ ആ ലുക്കും അത് അഭിനയിച്ച് വെച്ചിരിക്കുന്നത് അതിനേക്കാളും അൾട്രാ ദുരന്തമായിട്ടാണ്. പക്ഷെ എൻ്റെ പിന്നെ ഞാനിവിടെ എഴുതി വെച്ചെന്താണ്, ഉപ്പിയില്ലേ ഉപേന്ദ്ര, ഉപ്പി, ഷാനിഷാക്കി, മാധവൻ, എമിവെ ബന്തായിനെ മിക്സ് ചെയ്തുണ്ടാക്കിയ ഒരു 144p അപരാധം, അതാണ് ഇതിലെ വില്ലൻ. ആ വില്ലൻ്റെ ക്യാരക്ടറും ലുക്കും അങ്ങനെ ഇരിക്കണം. പക്ഷെ എൻ്റെ ലോക ദുരന്തം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഈ അടുത്തൊന്നും ഇത്രയും ഒരു ശോകം വില്ലനെ ഞാൻ കണ്ടിട്ടില്ല. ഒരു ഭാഷയിലും ഞാൻ ഇമാതിരി ഒരു അൾട്രാ ദുരന്തം വില്ലൻ അല്ലെങ്കിൽ ഒരു മൊണ്ണേഷ് വില്ലനെ ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടർ. ഞാൻ ആ നടനല്ല പറഞ്ഞ ക്യാരക്ടർ, ആ നടൻ്റെ അഭിനയം അൾട്രാ പത്തറ്റിക്കാണ് എൻ്റെ അഭിപ്രായത്തിൽ. പിന്നെ അതുപോലെ തന്നെ ജോജി ചേട്ടൻ ഇതിനകത്ത് ഒരു പർട്ടിക്കുലർ ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. ആ ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ താനോസായി മാറും. അതും താനോസിൻ്റെ ഗോൺലെറ്റൊക്കെ ആ ഇതിനകത്തുള്ള ആ ഗോൺലെറ്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ, പിച്ചളപാത്രമൊക്കെ ഓടിപ്പോവും. ഇതായത് ഈ നമ്മുടെ രാജാപ്പാട്ട് ബാലയിൽ പോലും ഒരു ഗോൾഡ് പേപ്പർ വെച്ച് ഒരു സാധനം ഉണ്ടാക്കുമല്ലോ, അതിനേക്കാൾ ശോകം ഒരു ആർട്ട് വർക്ക്. അസഹനീയം തന്നെ, അസഹനീയം. ഇത് ഏത് ദുനിയാവിൽ നടക്കുന്ന സാധനമാണ്, അല്ലെങ്കിൽ പോട്ടെ ഒരു സാങ്കല്പികമാണെങ്കിൽ പോലും ഇത് കാർത്തിക് സുബ്രാജ് എന്തുദ്ദേശിച്ച് എഴുതിയ കഥയാണെന്നൊന്നും ഒരു പിടുത്തം കിട്ടില്ല. അതുമാത്രമല്ല പേര് പോലെ റെട്രോ, അതായത് ഏതോ 1980 അല്ലെങ്കിൽ മറ്റേ പ്രേം നസീറിൻ്റെയൊക്കെ മറകു വെച്ച കാലത്ത് ഉള്ള സിനിമകളില്ലേ, ആ സമയത്തുള്ള ടൈപ്പ് ഒരു സാധനം. അറിഞ്ഞിട്ട പേരാണ്, എന്തായാലും അറിഞ്ഞിട്ട പേര് റെട്രോ. അത് പോസിറ്റീവ് രീതിയിലല്ലാതായിപ്പോയി എന്നുള്ളതാണ്. പിന്നെ ഒരു പോസിറ്റീവ് ഉണ്ട്, അത് ഞാനിപ്പോൾ ഓർത്തപ്പം എനിക്ക് കിട്ടിയതാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു ജോജിയുടെ ക്യാരക്ടർ, ജോജി ചേട്ടൻ്റെ ക്യാരക്ടറിൽ ഒരു ഇൻസിഡൻറ്റ് നടക്കും. അപ്പോൾ ആ ഇൻസിഡൻറ്റ് നടക്കണ വരെയുള്ള ഒരു സംഭവമുണ്ട്, ഒരു സീക്വൻസ് ഉണ്ട്, ഒരു ഫൈറ്റ് സീക്വൻസും ഒക്കെയാണ്, ഒരു കല്യാണം സീക്വൻസാണ്. അത് നോൺ സ്റ്റോപ്പായിട്ട് ക്യാമറ ഒരിടത്ത് വെക്കാതെ ഇങ്ങനെ ഫുൾ ഓൺ വൺ സിംഗിൾ ഷോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ തോന്നിക്കും, അങ്ങനെ അല്ല എടുത്തിരുന്നെങ്കിൽ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അത് സൂപ്പറുണ്ട്. അത് ഞാൻ പറഞ്ഞു, ടെക്നിക്കലി പലയിടങ്ങളിലും അടിപൊളിയാണ്. പിന്നെ ഇതുപോലെ ഇങ്ങനെ
ചില സമയത്ത് നമ്മളിങ്ങനെ കാർത്തിക് സുബ്രാജ് ഇങ്ങനെ കൊതിപ്പിച്ചിട്ടില്ല, നമ്മളെ ഊളാക്കി കളയുമെന്ന് പറഞ്ഞ പോലത്തെ ഒരു സംഭവമുണ്ട്. സൂര്യയുടെ ഒരു ഫൈറ്റ് ഉണ്ട്, ആ ഫൈറ്റ് തുടങ്ങണത് അടിപൊളിയായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇത് തന്നെ ഡിഷും ഇത് തന്നെ. ഇവിടെ കരാട്ടെ അല്ലെങ്കിൽ കുംഫു ആൾക്കാരെ കളിയാക്കുന്ന വിധത്തിൽ ഇഷിൻ്റെ പൊന്നി ഇതേ സൂര്യ തന്നെയാണ് ബോധിധർമ്മൻ്റെ റോൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ അഭിപ്രായത്തിൽ സൂര്യ എന്നെ ധൈര്യമായിട്ട് ഒരു പ്രോപ്പർ നല്ലൊരു ഡയറക്ടർ ഉണ്ടെങ്കിൽ ഒരു ബോക്സിങ് സിനിമയിൽ കാസ്റ്റ് ചെയ്യാം. ഇന്ന് കണ്ട രാവിലെ ഞാൻ കണ്ട ഹിറ്റ് 3ലും എനിക്ക് തോന്നിയ കാര്യം നാനീനെ വേണമെങ്കിൽ ഒരു ബോക്സറായിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇന്ന് ഞാൻ കണ്ട സിനിമയിൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയ കുറച്ച് ഈ നടന്മാരെ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തായാലും ഈ സിനിമ അസഹനീയം തന്നെയാണ്, അസഹനീയമായിരുന്നു എനിക്ക്. അതുപോലെ നമ്മുടെ പടവട്ടിലൊക്കെ അമ്മയായിട്ട് അഭിനയിച്ച പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരി മലയാളത്തിൽ എപ്പോഴും ഈ കോക്കണൻ്റെ വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എപ്പോഴും പറയാറുണ്ട് പുള്ളിക്കാരിയെ പറ്റി. രമ്യ എന്ന് എന്താണ് നടിയുടെ പേര്. പുള്ളിക്കാരിക്ക് എപ്പോഴും കിട്ടുന്നത് ദാരിദ്ര്യം പിടിച്ച റോളുകളാണെന്നുള്ളത് എപ്പോഴും പറയാറുണ്ട്, അല്ലെങ്കിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാറുണ്ട്. ഇതിനകത്ത് മലയാളത്തിൽ പുള്ളിക്കാരിയെ ടൈപ്പ് കാസ്റ്റ് ചെയ്ത് ദാരിദ്ര്യം റോളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം അതേ കാർത്തിക് സുബ്രാജ് ഉണ്ട് തമിഴിലും ഒരു അൾട്രാ ദാരിദ്ര്യം പിടിച്ച ഒരു അമ്മയുടെ റോൾ കൊടുത്തിരിക്കുന്നത്. എൻ്റെ പൊന്നോ, അസഹനീയം. ഈ മറ്റേ പറഞ്ഞാൽ കൂടിപ്പോവും അങ്ങനത്തെ ഒരു അവസ്ഥ. ഇങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്ത് അവരെ കാർത്തിക് സുബ്രാജ് എന്ന പേര് കണ്ടിട്ടായിരിക്കും ഇവർ പോയത്. എന്താ പറയേണ്ടത്. അതുപോലെ ലാസ്റ്റ് ഇതേ പുള്ളിക്കാരിയൊക്കെ വെച്ചിട്ട് ലാസ്റ്റ് ഒരു മലയാളം വാക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇംഗ്ലീഷ് ഞാൻ പറയാം, റോക്കറ്റ് ഒരു ബസൂക്ക അപരാധമുണ്ട്. എൻ്റെ മോനെ, ഞാൻ സിനിമാ ചരിത്രത്തിൽ തന്നെ കണ്ടിട്ടുള്ളതിൽ വെച്ച് എൻഡിങ്ങിൽ ഇത്രയും ആളെ വടിയാക്കുക അല്ലെങ്കിൽ കാണാൻ വന്ന വ്യൂവേഴ്സിനെ പൊട്ടനാക്കുന്ന ലെവലിൽ എനിക്ക് തോന്നിപ്പോയ ഒരു എൻഡിങ്. ഷിൻ്റെ അതായത് തിയേറ്ററിൽ ഞാനിങ്ങനെ ഇരുന്നിട്ട് ഞാൻ ആലോചിക്കണത്, ഇതെന്താണ് കാർത്തിക് സുബ്രാജ് എന്നെ വിളിച്ചു വരുത്തി പൈസ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ടിക്കറ്റ് എന്നെ കൊണ്ട് എടുപ്പിച്ച് എന്നെ കളിയാക്കിയ പോലത്തെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത് സിനിമ കണ്ടിട്ട്. എനിക്കങ്ങനെ തോന്നിയത്. എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത്, ഇത് തികച്ചും വ്യക്തിപരമായ അഭിപ്രായമാണ്, പക്ഷേ എനിക്കങ്ങനെ തോന്നിയത്. അത് വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരവസ്ഥയാണ് എനിക്കും ഉണ്ടായത് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും. ഒരു സത്യം പറ ക്ഷീണിച്ചു പോയി. ഞാൻ കാര്യമായിട്ടാണ് പട്ടം കണ്ടിട്ട് ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ ഈ അപരാധം തീരുന്നില്ലേ എന്നുള്ള ഒരു തോട്ടൊക്കെ എനിക്ക് വന്നത്. അതും ഇതിങ്ങനെ ചാപ്റ്ററായിട്ടാണ് ഈ തീരാ അപരാധകാണ്ഡം എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ തവണ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എഴുതി കാണിക്കും, ലവ് വാർ എന്നൊക്കെ പറഞ്ഞ്. എൻ്റെ അവന് അവസാനമൊക്കെ ഇപ്പം എനിക്ക് ഒന്ന് തീരടെ, പിന്നെ കൾട്ടൊന്നും വരെ എഴുതി കാണിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു മലങ്കൾട്ടായിരുന്നെങ്കിൽ ഞാൻ മലങ്കൾട്ടായിട്ടെങ്കിലും ആസ്വദിച്ചേനെ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇത് മലങ്കൾട്ടായിട്ട് പോലും എനിക്ക് ആസ്വദിക്കാൻ പറ്റാത്ത അവസ്ഥ. മലങ്കൾട്ട അല്ല, അതുകൊണ്ട് എനിക്ക് മലങ്കൾട്ടായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ല. ഇവർ സീരിയസ് ആയിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ്. എനിക്കത് ഒരു രീതിയിലും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുള്ള, ആസ്വദിക്കാൻ പറ്റുള്ള, എനിക്കിത് മുഴുവിപ്പിക്കാൻ ഞാൻ പാടുപെട്ട ഒരു അവസ്ഥ. 3 പപ്സും 2 സമോസയും, എന്നിട്ടും എനിക്ക് മടുത്തു പോയി എന്ന് പറഞ്ഞാൽ മതി. ഇന്ന് ആലോചിക്കുക, എനിക്ക് പ്രാന്ത് പിടിക്കുന്നത്, ഇത് എന്തോന്ന് പടം ഓടിയെന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാർത്തിക് സുബ്രാജ്. എൻ്റെ ത്രൂ ഔട്ട് ഓരോ സാധനങ്ങൾ വരുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇത് കാർത്തിക് സുബ്രാജ് തന്നെയാണ് ഡയറക്റ്റ് ചെയ്തത്. ഇങ്ങനെയാണ് എൻ്റെ മനസ്സിൽ തോന്നണം എനിക്ക്. ഇതുണ്ടാ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. എനിക്ക് എൻ്റെ പൊന്നും, എനിക്ക് ഒരു രീതിയിൽ ഈ സിനിമ സഹിക്കാൻ പറ്റിയില്ല. കങ്കുവ ചെവിക്കല്ലടിച്ചു പോകുന്ന ഒരു അപരാധം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തതെങ്കിൽ, പിന്നെ അതിനകത്തും ഇതുപോലെ ഞാൻ ഒരു ചെറുക്കനുണ്ട്, ആ ചെറുക്കനെ ഇവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മുന്നോ എനിക്കാണ് പൊളിഞ്ഞു വരും. ഇതിനകത്ത് ഈ വില്ലനും ജയറാമേട്ടൻ്റെ ക്യാരക്ടറും പിന്നെ നാസറൊക്കെ എൻ്റെ പൊന്നോ, എനിക്ക് അൾട്രാ വെറുപ്പിക്കലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ആ ക്യാരക്ടർ. അൾട്രാ വെറുപ്പിക്കൽ. ഇത് ആരാണ് വെറുപ്പിക്കാത്തത്? എനിക്കൊന്ന് ജോജി ചേട്ടനും സൂര്യയും പൂജ ഹെഗ്ഡയുടെ ക്യാരക്ടർ വെറുപ്പിക്കലാണ്. സൂര്യയും ജോജി ചേട്ടനുമാണ് ഇതിനകത്ത് വെറുപ്പിക്കാത്തത്. പക്ഷേ സൂര്യയുടെ ഒക്കെ അവസ്ഥ ആലോചിച്ചിട്ട്, ജയറാമേട്ടൻ്റെയൊക്കെ അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് സങ്കടം വരികയാണ്. ഇവർ വെന്തേവറിൻ്റെ പ്രൈം ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും അധപതിച്ച് പോയോ എന്നൊക്കെ എൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയേട്ടാ. ലാസ്റ്റ് കുറേ നാട്ടുകാർ ചേർന്നിട്ട് ഇങ്ങനെ സൂര്യനെ നോക്കി തൊഴുന്നൊരു സീനുണ്ട്. അത് തന്നെയാണ് എൻ്റെ മനസ്സിലും വന്നത്. പക്ഷേ സൂര്യനെ മാത്രമല്ല, കാർത്തിക് സുബ്രാജിനോടും കൂടി എനിക്കത് പറയാനുള്ളത്. ദയവ് ഇതുപോലുള്ള സിനിമകൾ പടച്ച് വിടരുത്. എനിക്ക് ഒരു രീതിയിൽ ഈ സിനിമ കണ്ടിരിക്കാൻ പറ്റില്ലേ. എനിക്ക് ഇതിൻ്റെ ക്ഷീണം മാറ്റണം. എങ്ങനെയെങ്കിലും വേറെ ഏതെങ്കിലും സിനിമ കണ്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എനിക്ക് സിനിമ, അല്ലെങ്കിൽ ഞാൻ ഒന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ പോകണം. എനിക്ക് വെറുത്തു പോയി ഈ സിനിമ കണ്ടിട്ട്. അത്ര മനസ്സ് കൊടുത്തു.
എൻ്റെ എനർജിയൊക്കെ ഊറ്റിയെടുത്ത് ഈ സിനിമ എന്ന് പറഞ്ഞാൽ അത് ഞാൻ മുഷിപ്പിച്ച് കളഞ്ഞ്. അതും ഇതൊരു 2.25 മണിക്കൂർ എന്തോ ഉണ്ട്, പണ്ടാറൊട്ട് തീരണമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ ഒരു ഫീലിങ്. എന്തായാലും ഇത്ര എനിക്ക് ഇനി ഒരുപാട് പറയണമെന്നുണ്ട്, എനിക്ക് നാവചൊറിഞ്ഞ് വരുന്നുണ്ട്. എന്തായാലും വേണ്ട, എന്തെങ്കിലും നിങ്ങളെന്തായാലും പോയി തിയേറ്ററിൽ പോയി സിനിമ കണ്ട് അനുഭവിച്ച് സ്വയം വിലയിരുത്താൽ മതി. എൻ്റെ അഭിപ്രായം എടുക്കുക വേണ്ടെന്ന് ഞാൻ പറയണ്. പിന്നെ കുറേ വെരുത്തനം ഫാൻസ് വന്നിട്ടുണ്ടെങ്കിലല്ല, എൻ്റെ വായിക ഇപ്പം ഞാനല്ല തിളച്ചൂറി ഇരിക്കണമെങ്കിൽ ഇപ്പം എന്താണ് എൻ്റെ വായിന്ന് വരണമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കോണ കമൻ്റായിട്ട് വന്നല്ലേ ഏക്കത്തിന് അടിച്ച് ഞാൻ ഉണ്ടാക്കി തരും. ഞാനിപ്പോൾ അമ്മാതിരി എനിക്ക് പ്രാന്ത് പിടിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ദയവ് ഇത് എന്നെ പ്രാന്ത് പിടിപ്പിക്കല്ലേ, അത്ര എനിക്ക് പറയാനുള്ളൂ. അത്രയും ഡിസപ്പോയിൻറ്റഡ് ആണ് ഞാൻ ഈ സിനിമയിൽ. അത്രയും എൻ്റെ സമയവും ഒക്കെ പോയി എൻ്റെ മാനസികാവസ്ഥ ഡിസ്റ്റർബ് ചെയ്ത രീതിയിൽ വെറുപ്പിക്കലായിട്ട് തോന്നിയ ഒരു സിനിമ. അതാണ് ഞാൻ പറയണം, അത്രയും എനിക്ക് വെറുത്തു പോയി. അത് സൂര്യ അത്ര ഇഷ്ടപ്പെടുന്നതുകൊണ്ട്, കാർത്തിക് സുബ്രാജിനെ അത്ര ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത്. സന്തോഷ് നാരായണൻ, നിങ്ങളാണ് ഈ സിനിമ ഞാൻ മുഴുവിപ്പിക്കാനുള്ള ഒറ്റ കാരണം. പിന്നെ പൂജ ഹെഗ്ഡെ, യു ഡിഡ് വാട്ട് യു ക്യാൻ, ബട്ട് യുവർ ക്യാരക്ടർ വാസ് അൾട്രാ ഹൊറിബിൾ ഇൻ മൈ ഒപ്പീനിയൻ. എനിവേസ് അതെന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ തോട്ടമായിരിക്കും നിങ്ങളുടെ. എന്തായാലും എനിക്ക് പറ്റിയില്ലടേ, ഞാൻ പോണേ, എനിക്ക് വയ്യ എനിക്ക് പറയാം. എന്തായാലും തണ്ടർ ബോൾട്സ് IMAX 3D കാണാണ്ട് കണ്ടിട്ട് അഭിപ്രായമായിട്ടേക്കാം. എനിക്ക് എങ്ങനെയെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യണം. ശരി അപ്പോൾ.